ഹലോ ഫ്രണ്ട്സ്, വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോഴും കൂട്ടുകാരൻ വിളിച്ച് എവിടേക്കും കറങ്ങാൻ പോലും ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും പുറത്തിറങ്ങി കറങ്ങാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കൂട്ടുകാരനെ വണ്ടി ഓട്ടുന്നു. ഒരുപാട് ദൂരം ഒന്നുമില്ല, അടുത്താണ് പോകുന്നത്. ദൂരമാണെങ്കിൽ ഞാൻ വണ്ടി ഓട്ടിണ്ടാവും, അടുത്തായതുകൊണ്ട് അവനെ ഓട്ടം കൊടുത്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു വണ്ടി പെട്രോൾ ഇല്ലെന്ന്. അപ്പോൾ അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പ് കയറ്റി. അങ്ങനെ പെട്രോൾ അടിച്ച് പോകാൻ വെച്ചു. ഇനി പെട്രോൾ അടിച്ച് നേരെ സ്ഥലത്ത് പോകണം കേട്ടോ. തല എവിടെ പറഞ്ഞല്ലോ, ഒറ്റപ്പാലത്താണ് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഒറ്റപ്പാലം വള്ളൂരിനാട് ഫസ്റ്റ്. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ അവിടെ എത്തിയിട്ട് വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ നടന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ തിരക്ക് കൊണ്ട് റോഡ് വരെ എത്തിക്കണം. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും അരമണിക്കൂറാവുമെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാളെ കണ്ട് രണ്ട് ടിക്കറ്റ് എടുത്തവർ ചോദിച്ചു. ആൾ പറഞ്ഞു ഫാമിലി നിൽക്കേണ്ട ആളുടെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആളുടെ കൊടുത്ത് രണ്ട് ടിക്കറ്റ് എടുത്തു. അങ്ങനെ രണ്ട് ടിക്കറ്റ് കിട്ടി. അങ്ങനെ വരി നിൽക്കാണ്ട് ടിക്കറ്റ് കിട്ടില്ല എന്ന് സന്തോഷം കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു വരി. അതെന്തിനുള്ള വരിയാണ് അത്ര? ടിക്കറ്റ് എടുത്തവർ ഉള്ളിൽ കയറാനുള്ള വരി അത്ര. അതും ഇതേപോലെ വലിയൊരു വരി. അവിടെ അതിനെക്കാട്ടും തിരക്ക്. അങ്ങനെ അവിടെ നിന്നും കുറച്ച് നേരം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തോന്നുന്നു നല്ല തിരക്ക്. തിരക്ക് എന്ന് പറഞ്ഞാൽ ശരിയായ തിരക്ക്. അങ്ങനെ 15 മിനിറ്റ് വരി നിന്നിട്ട് നേരെ ഉള്ളിലെത്തി. ഉള്ളിലത്തെ ഫസ്റ്റ് കാണുന്നത് ഫുൾ അക്വേറിയമാണ്. ആ അക്വേറിയത്തിൽ നിറച്ച് മീനുകൾ, കളർ മീനുകൾ. ഞാൻ ഈ കളർ മീൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അക്വേറിയം ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ ഇതുപോലത്തെ മീനുകൾക്ക്, ഇത് കാണാൻ അത്ര ദൂരം വന്നു ചോദിച്ചു. അങ്ങനെ അവിടെ നേരെ ഞങ്ങൾ പോയി അടുത്ത സ്ഥലത്തേക്ക്. അവിടെ പോയപ്പോൾ കറക്റ്റ് കടലിൻ്റെ അടിയിൽ പോയ പോലെ ഉണ്ട്. കടലിൻ്റെ അടിയിൽ പോയി എന്താ കാഴ്ച കാണാൻ പറ്റും, അങ്ങനത്തെ ഒരു കാഴ്ചകൾ പോലെ ഉണ്ട്. ഞാൻ ഈ സംഭവം മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. മുമ്പ് ചാവക്കാട് ഇതുപോലത്തെ ഒരു മറൈൻ വേൾഡ് കൊണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു, അക്വേറിയം. അവിടെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതേ സെയിം സെറ്റപ്പ് തന്നെയാണ്. പിന്നെ അടുത്ത് കണ്ടത് അവതാറിൻ്റെ രൂപം കേട്ടോ. പിന്നെ ഈ അവതാറിൻ്റെ സിനിമ കാണാത്തതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവതാറിൻ്റെ സ്റ്റാച്ചു ഒക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് പോയപ്പോൾ നേരെ ഞാൻ കണ്ട് പഞ്ഞിമുട്ടായാണ്. അപ്പോൾ പഞ്ഞിമുട്ടായി കഴിക്കാൻ തോന്നി. അപ്പോൾ പഞ്ഞിമുട്ടായി വാങ്ങി കഴിച്ചു. പണ്ട് ചെറുപ്പത്തിൽ കഴിച്ചാണ്, അത് ഓർമ്മ വന്നു. അതൊന്ന് വാങ്ങി കഴിച്ചു. പിന്നെ അങ്ങനെ പോയപ്പോൾ ഞാൻ അവിടെ കസാല കണ്ടു. കറക്റ്റ് പോക്കുരാജയിൽ മമ്മൂക്ക് ഇരിക്കണ പോലത്തെ അതേപോലത്തെ കസാല. അപ്പോൾ ഞാൻ അതിലൊന്ന് കടക്കുകയും ചെയ്തു, ഇരിക്കുകയും ചെയ്തു. നല്ല സെറ്റപ്പുള്ള കസാല കേട്ടോ, മരത്തിൻ്റെയാണെന്ന് മാത്രം. പിന്നെ അങ്ങനെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ പോയപ്പോൾ നല്ല ചക്ക ഉണ്ണിയപ്പം കണ്ടു. കണ്ടപ്പോൾ കഴിക്കുക ഒരു പുതിയ ഒന്നും നോക്കിയില്ല, അതും വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള കാഴ്ചകളെ കണ്ടിട്ട് നേരെ ഇറങ്ങി. ഇനി നേരെ കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഒരു തട്ടുകടയിൽ കയറി കഴിക്കാൻ. അവിടെ പോയപ്പോൾ നല്ല തിരക്ക്, അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടി. അങ്ങനെ അവിടെ പോയി ഇരുന്നു. അപ്പോൾ എന്താ കഴിക്കാനുള്ള ചോദിച്ചപ്പോൾ ഇവിടെ ദോശയും ഇവിടുത്തെ സ്പെഷ്യൽ പറഞ്ഞു. അപ്പോൾ ദോശ അങ്ങനെ ഉണ്ടാക്കിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദോശയും മട്ടൻ പൊട്ടിയും ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ദോശയും വാങ്ങി, ഓംപ്ലേറ്റും വാങ്ങി, പിന്നെ മട്ടൻ പൊട്ടിയും വാങ്ങി. മട്ടൻ പൊട്ടി മുട്ട മട്ടൻ പൊട്ടിയാണ് അത്ര നന്നായി ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ പിന്നെ കാണാം.